ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ +1 വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ ഇതിൽ നീറ്റിലാണെങ്കിൽ ഒരു 4% ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ ജെയ്ക്കാണെങ്കിൽ ഹൈ വെയിറ്റേജിനകത്തിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ് എന്ന് പറയുന്നത് വർക്ക് എനർജി പവർ എന്ന് പറയുന്നത്. സോ ഈ ചാപ്റ്ററിനകത്തിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് എൻട്രൻസ് ഓറിയന്റഡ് വേയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അല്ലെ. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരുപാട് വർക്കുകൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. സോ എന്തൊരു കാര്യം നമ്മളിപ്പം ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി ചെയ്യുകയാണെങ്കിൽ, എന്ത് ടൈപ്പ് ലേബർ ആണെങ്കിലും നമുക്ക് സയൻസിൽ അതിനൊരു ഡിഫറെന്റ് മീനിങ് അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക മീനിങ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്ന സമയത്ത് അവിടെ നമുക്ക് കൂലീസ് ഉണ്ട് അല്ലെ. അവരെന്ത് ചെയ്യുന്നു, പോർട്ടേഴ്സ് എന്ന് പറയും. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ വെയിറ്റുകളൊക്കെ തലേ താങ്ങി നിന്ന് വെച്ചുകൊണ്ട് അവരിങ്ങനെ നടന്നു പോകും. സോ ഇപ്പൊ നമ്മൾ അവർക്ക് എന്തായാലും കൂലി കൊടുക്കണം, അവരവിടെ ജോലി ചെയ്യുന്നുണ്ട് അല്ലെ, അത് അവരുടെ ജോലിയാണ്, അവരവിടെ ജോലി ചെയ്യുന്നുണ്ട്. സോ വി നീഡ് ടു ഗീവ് ദെയർ സാലറി. ബട്ട് നമുക്ക് സയന്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ അവരവിടെ വർക്ക് ചെയ്തില്ല എന്നാണ് പറയുന്നത്. സോ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് സാലറി കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ എന്താണ് വർക്ക് അല്ലെങ്കിൽ ഡെഫിനിഷൻ ഓഫ് വർക്ക് എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ അത് നോക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു എക്സാമ്പിൾ പറയുക. സി, ഇവിടെ എനിക്കൊരു എ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഇരിക്കുവാണ്. ഈ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്നും ഡിസ്പ്ലേസ് ചെയ്ത് വേറൊരു പൊസിഷനിലേക്ക് മാറുന്നു. ഇത് y എന്ന് പറയുന്ന പൊസിഷൻ, ഇത് x എന്ന് പറയുന്ന പൊസിഷനും ആണെങ്കിൽ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് x എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നും ഡിസ്പ്ലേസ് ആയി. ഇപ്പൊ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ ഇട്ടേക്കാണ് 10 മീറ്റർ എന്ന് പറയുന്നത്. ഈ 10 മീറ്റർ എന്ത് ചെയ്ത് ഡിസ്പ്ലേസ് ചെയ്ത് y എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തി. സോ ഇവിടെ ഒബ്ജക്റ്റിനകത്ത് ഞാൻ എന്ത് അപ്ലൈ ചെയ്തപ്പോഴാണ് അത് വന്നത്, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. സോ വർക്ക് എന്ന് പറയുന്നത്, വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ whenever a force acts on a body moves through some distance in the direction of force. ഫോഴ്സിന്റെ ഡയറക്ഷനിൽ ഒബ്ജക്റ്റിനെ നമ്മൾ മൂവ് ചെയ്യിക്കുന്നു. എങ്ങനെയാണ്, ഒരു ഫോഴ്സ് കൊടുത്ത്. അപ്പോഴാണ് നമുക്ക് വർക്ക് നടന്നു എന്ന് പറയുന്നത്. സോ വർക്ക് ഡണ്ണിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് W ഈസ് ഈക്വൽ ടു ഓർ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന ഫോമിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു ഫോഴ്സ് കൊടുത്ത് നമുക്കൊരു ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഉണ്ടാക്കിയെടുത്തു. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന രീതിയിലാണ് നമ്മളവിടെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വർക്ക് ഡൺ നടക്കണമെങ്കിൽ മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് നമുക്കവിടെ വരേണ്ടത്. ഒന്നെന്ന് പറയുന്നത് ഇതിനകത്തൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ട്സ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, സോ ഒരു എഞ്ചിൻ എന്ത് ചെയ്യുന്നത്, ആ ട്രെയിനിനെ പുള്ളി ചെയ്തുകൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒരു മാൻ ഒരു ഹില്ലിലേക്ക് കയറി പോകുന്നത്, ഇതൊക്കെ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ ആണല്ലോ. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എഫ് ഇൻറ്റു എസ് ആണെന്ന് പറഞ്ഞു. അതായത് ഫോഴ്സ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇഫ് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ഫോഴ്സ്. ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വർക്ക് ഡണ്ണിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, ഫോഴ്സ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ്. സോ എഫ് ഇൻറ്റു എസ് എന്ന് നമുക്ക് പറയാം. ഫോഴ്സ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു magnitude of displacement will give work done for a constant force. ഇനി നമുക്കിത് പറയുകയാണ്, ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഇൻക്ലൈൻ ടു ഈച്ച് അതർ ആണെങ്കിൽ, ഞാൻ കണ്ട ഈ ഒരു കേസ് എടുക്കുന്നു. ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഡിറക്ഷനിൽ പോകുന്നു, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈ ഡിറക്ഷനിൽ പോകുന്നു. സോ ഇറ്റ്സ് ഇൻക്ലൈൻ അറ്റ് ആൻ ആംഗിൾ തീറ്റ. സോ ഇങ്ങനെ നമ്മൾ തീറ്റ ആംഗിൾ ഇൻക്ലൈൻ ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇവര് in this case we have two components, so we need to resolve these two into two components, here in x-axis and here in y-axis. So here displacement എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന്റെ ആക്സിസ് നമ്മൾ പറയുമ്പോൾ x ആക്സിസ് ആണ്. സോ fx is equal to f cos theta ആണ്. then പെർപെൻഡിക്കുലർ ഡിറക്ഷന് വരുവാണെങ്കിൽ, ഈ ഡിറക്ഷനിലാണ് വരുന്നതെങ്കിൽ എന്തെന്നെടുക്കാം, എഫ് വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം, എഫ് സൈൻ
തീറ്റ എന്ന് എടുക്കാം. ഓക്കെ, സോ നമുക്കിത് എക്സ് ഡിറക്ഷനിലാണെങ്കിൽ പാരലായിട്ട് പോകുന്ന ഇതാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് സെയിം ഡിറക്ഷനിൽ തന്നെയാണെങ്കിൽ നമ്മൾ എഫ് കോസ് തീറ്റ എന്ന് എടുത്തു. ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നതെങ്കിൽ, ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇവിടെ എന്തെടുക്കുന്നു, ഇവിടെ എഫ് സൈൻ തീറ്റ എന്ന് എടുക്കുന്നു. ഓക്കെ ആണല്ലോ. സോ ഇതാണ് ഇതിനകത്തില് നോക്കി, ഇതിനകത്തില് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ വർക്ക് ഡൺ നടക്കുന്നത് ഏത് ഡിറക്ഷന് മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ, എക്സ് ഡിറക്ഷന് മാത്രമേ ഉള്ളൂ. ഇത് അപ്പ് ആൻഡ് ഡൗൺ പോകുന്നില്ല. സോ we are not going to take this. So f sin theta is not doing any work. That means Fi is not doing any work. So we are not taking this. We are taking only Fx is equal to f cos theta. So with this we can explain work done will be equal to എന്തെന്ന് പറയാം നമുക്ക് ഇവിടെ അവിടുത്തെ ആ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഫോഴ്സ് കോമ്പണന്റ് എടുക്കാം, അവിടുത്തെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എടുക്കാം. സോ ദിസ് വിൽ ബി എഫ് കോസ് തീറ്റ ഇൻറ്റു എസ് എന്ന് വരും. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എഫ് എസ് കോസ് theta, or what is fs cos theta? F dot s. So this is the work done. So work done എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഓക്കെ ആണല്ലോ. So work done is the dot product of force and displacement vectors. These two are vectors. This one is force vector and another is displacement vector. So here we have two vectors, dot product of two vectors. So dot product of two vectors will give a scalar quantity. So work done is a scalar quantity. Work done എന്ന് പറയുന്നത് എന്താണ്? a scalar quantity. ഇനി ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, നമുക്ക് യൂണിറ്റ് ഓഫ് വർക്ക് പറയാൻ വേണ്ടി നമ്മൾ രണ്ട് കേസസ് ആണ് എടുക്കുന്നത്. അബ്സല്യൂട്ട് യൂണിറ്റ് ഓഫ് വർക്കും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഗ്രാവിറ്റേഷണൽ യൂണിറ്റ് ഓഫ് വർക്കും ഉണ്ട്. അബ്സല്യൂട്ട് യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ absolute unit of force displaces the object or the body. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ absolute unit of work എന്നും, ഇനി ഗ്രാവിറ്റേഷണൽ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ആണ് അവിടെ പുഷ് ചെയ്യുക അല്ലെങ്കിൽ പുള്ള് ചെയ്ത് ഒബ്ജക്റ്റിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്, ഗ്രാവിറ്റേഷണൽ യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നു. ഇനി നമ്മൾ ഈ അബ്സല്യൂട്ട് യൂണിറ്റ് ഓഫ് വർക്കിലാണ് SI യൂണിറ്റ് ആയിട്ട് നമ്മൾ എന്ത് പറയുന്നത്, ജൂൾ എന്ന് പറയുന്നത്. യൂണിറ്റ് ഓഫ് വർക്കിനെ നമ്മൾ ജൂൾ എന്നാണ് പറയുന്നത്. ഇനി ഗ്രാവിറ്റേഷണൽ യൂണിറ്റ് ഓഫ് വർക്കിലാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് കിലോഗ്രാം മീറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത് അതിന്റെ SI യൂണിറ്റ്സ് ആണ്. ഇനി 1 ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് ചോദിക്കും. 1 ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് 1 മീറ്റർ ഡിസ്റ്റൻസിലേക്ക് അത് ഡിസ്പ്ലേസ് ചെയ്ത് മാറുന്നു എങ്കിൽ അവിടെ 1 ജൂൾ വർക്ക് ചെയ്തു എന്ന് നമുക്ക് പറയാം. ഇങ്ങനെയാണ് നമ്മൾ 1 ജൂൾ വർക്കിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇനി ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഫോഴ്സിന്റെ എന്താണ്, ml t raised to minus 2 into L വരും. So we will get m L square t raised to minus 2. So this will be our dimension for work done. Okay, so ഇതാണ് work done എന്ന് പറയുന്നത്. വർക്ക് ഡൺ മനസ്സിലായി. സോ അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം ചെയ്യാൻ നോക്കാം. എ ബോഡി മൂവ്സ് എ ഡിസ്റ്റൻസ് 10 meter along a straight line under the action of a 5 Newton force. So force is given 5 Newton and displacement is given 10 meter. A work done is 25 joule. So then the angle between the force and direction of motion of the body is. So we need to find theta. So it is given as what all are the parameters given here. Force is given as
5 Newton. Okay, so displacement is given by 10 meter. Then work done is equal to 25 joule. What we need to find here? We need to find theta. So what is the equation here? W is equal to Fs cos theta. Okay, so from this we can write this as cos theta is equal to W by Fs. So what is W? 25 divided by 50 equal to 1 by 2. So cos theta is equal to 1 by 2, right? Cos theta is equal to 1 by 2. So theta will be cos 60 is 1 by 2. So 60 degree. So we got theta as 60 degree. Okay. So another problem, a body of mass 5 kg is placed at the origin and can move only along the x-axis. A force of 10 Newton is acting on it in a direction making an angle of 60 degree with the x-axis and displaces it along x-axis by 4 meter. The work done by the forcing. So here a body of mass 5 kg, mass is given as 5 kg. Okay, and at the origin and can move only along the x-axis. It's moving only along the x-axis. So a force of 10 Newton, force of 10 Newton is here. Force is equal to 10 Newton. Acting on it in a direction making an angle theta 60 degree. It's also along x-axis with the x-axis and displaces it along the x-axis by 4 meter. So displacement is given by 4 meter. So we need to find work done. So the work done is equal to Fs cos theta. Okay, work done is equal to Fs cos theta. So we can calculate by substituting the values 10 into 4 into displacement is 4 only, 4 into cos 60, right? So this will be 10 into 4 into 1 by 2 will be equal to 20 joule. So we got the work done as 20 joule. So next is work done in resolved form or rectangular form. So it is given the force and displacement F is equal to F x I cap plus F y j cap plus F z k cap, and displacement is equal to S is equal to Sx I plus xy j plus Sz k. Then work done will be given by the equation F dot S, that is equal to Fx I plus Fy j plus F Z k dot Sxi plus Sy j plus Sz k. So how we can take the dot product? Here it is, work done is equal to Fx Sx plus Fy Sy plus Fz Sz. സോ വെക്ടർ കാൽക്കുലസിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നത്. സോ നമ്മൾ ഇങ്ങനെ എടുക്കുന്നു.
So this will be the work done in terms of rectangular components. Okay ആണല്ലോ. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം അത് വെച്ചിട്ടുള്ളത്. Here a particle moves from a point minus 2i plus 5j to 4j plus 3k when a force of 4i plus 3j is applied. What is the work done by the force? We need to find the work done in terms of rectangular components. So here it is given, I'm giving A is equal to minus 2i plus 5j and B equal to 4j plus 3k. The force is given 4i cap plus 3j. So ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നു. ഈ ഒബ്ജക്റ്റ് എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നും ബിയിലേക്ക് പോവാണ്. സോ എ എന്ന് പറയുന്ന പൊസിഷനാണ് വന്നിരിക്കുന്നത്, പൊസിഷൻ വെക്ടർ ആണ് വന്നിരിക്കുന്നത് -2i plus 5j എന്നും ബിയുടെ പൊസിഷൻ ആണ് വന്നിരിക്കുന്നത് 4j plus 3k എന്ന് പറയുന്നത്. സോ F is equal to 4i plus 3j ന്യൂട്ടൺ ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഇവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഡയറക്റ്റ് ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടില്ല, പക്ഷെ രണ്ട് പോയിന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. സോ വി നീഡ് ടു ഫൈൻഡ് ഡിസ്പ്ലേസ്മെന്റ്. സോ ഹൗ ക്യാൻ ഫൈൻഡ് ഡിസ്പ്ലേസ്മെന്റ്? ദിസ് പൊസിഷൻ മൈനസ് ദിസ് ചെയ്താൽ മതി അല്ലേ. സോ ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ ചെയ്യണം. സോ 4j പ്ലസ് 3k മൈനസ് -2i plus 5j. So we can write this as 4j plus 3k plus 2i minus plus 2i minus 5j. Okay, this will be 4i minus 5j വരും, the 2i minus j plus 3k. So this is our displacement. So we have work done is equal to F dot yes. Okay, so what is force here? Force is 4i plus 3j dot displacement is 2i minus j plus 3k. So here we have 4i plus 3j dot 2i minus j plus 3k. So here 4i into 2i 8. Here 3j into minus j, so minus 3 plus 0k into 3k, so it will be 0. So the answer will be 5 joule. So work done is 5 joule. So next എന്ന് പറയുന്നത് നേച്ചർ ഓഫ് വർക്ക് ആണ്. സോ വർക്ക് എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ് അല്ലെ. വർക്ക് എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ് നമ്മൾ പറഞ്ഞു. എന്നിരുന്നാലും ഇതിന്റെ വാല്യൂസ് പോസിറ്റീവും നെഗറ്റീവും അതുപോലെ തന്നെ സീറോസും ആകാം. പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോസ് ആകാം. ഇങ്ങനെ 3 കണ്ടീഷൻസ് നമുക്ക് വരാം. സി നമുക്ക് ഓരോ എക്സാമ്പിൾസ് വെച്ച് പറയാം. ഫോഴ്സിന്റെ ഡിറക്ഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഡിറക്ഷനും സെയിം ആണെങ്കിൽ
അതായത് തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രിനെക്കാട്ടിലും കുറവാണ്, ഓർ ഇറ്റ് ഈസ് ആൻ അക്യൂട്ട് ആംഗിൾ. ഇത് തീറ്റ എന്ന് പറയുന്നത് അക്യൂട്ട് ആണെങ്കിൽ നമുക്കിതിനെ എന്തെന്ന് പറയാം? പോസിറ്റീവ് വർക്ക് എന്ന് പറയാം. പോസിറ്റീവ് വർക്ക് എന്ന് പറയാം. ഇപ്പൊ ഒരു ഹോഴ്സ് ഒരു കാർട്ടിനെ പുള്ള് ചെയ്യുവാണെങ്കിൽ, ഇങ്ങോട്ടൊരു കാർട്ടിനെ പുള്ള് ചെയ്യുവാണ്. അപ്പൊ ഇതെന്ത് ചെയ്യുന്നു? ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഡിറക്ഷനിലാണ്, ഈ ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ് ചെയ്യുന്നതും അതേ ഡയറക്ഷനിൽ തന്നെയാണ്, അല്ലേ? സോ ഇതെന്തെന്ന് പറയാം? ഇതൊരു പോസിറ്റീവ് വർക്ക് ആണെന്ന് പറയാം. ഇനിയും ഇതേ കാര്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? തീറ്റയുടെ വാല്യൂ ലെസ് ദാൻ 90 ഡിഗ്രി ആകുന്നു. തീറ്റയുടെ വാല്യൂ ലെസ് ദാൻ 90 ഡിഗ്രി ആകുന്നു. അതായത് ഇതൊരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആകുന്നു. ഒബ്റ്റ്യൂസ് ആംഗിൾ ആകുന്നു എങ്കിൽ, അതായത് നോക്കിയേ, ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ നമ്മൾ ഇങ്ങോട്ടും എടുക്കുന്നു. സോ തീറ്റ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. സോ തീറ്റ വിൽ ബി 180 ഡിഗ്രി എടുക്കാം നമുക്ക്, അല്ലേ? സോ തീറ്റ 180 ഡിഗ്രി ആയിട്ട് എടുക്കും. സോ ഇവിടെ നോക്കി, തീറ്റ 90ക്കും 180ക്കും ഇടയ്ക്കുള്ള ഏത് ആംഗിൾസ് വേണമെങ്കിലും ഇടാം നമുക്ക്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരുന്നുണ്ട്? ഇത് നെഗറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അതുപോലെ തന്നെ മൂന്നാമത്തെ കണ്ടീഷൻ എടുക്കുന്നു. എഫ് ഈ ഡിറക്ഷനിലും എസ് ഈ ഡിറക്ഷനിലും എടുക്കും. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ ഒരു കേസാണ് എഫ് ഇസ് ഈക്വൽ ടു 0 ആകുന്ന കണ്ടീഷൻ. അതുപോലെ തന്നെ എസ് ഇസ് ഈക്വൽ ടു 0 ആവുന്ന കണ്ടീഷൻ. നമ്മളൊരു വോളിൽ പോയിട്ട് തള്ളുന്നു, അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നില്ല. സോ എസ് ഇസ് ഈക്വൽ ടു 0 ആണ്. സോ അവർ ഇക്വേഷൻ വിൽ ബിക്കം 0. ഓക്കെ, ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ ആണ്. സോ അവിടെ എന്ത് എസ് 0 ആയി കഴിഞ്ഞാൽ അതിന്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയി പോകുന്നു. എഫ് 0 ആവുന്നു. സ്പേസിലൊക്കെ ഉള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വിത്തൗട്ട് ഫോഴ്സ് ആണ് അത് മൂവ് ചെയ്യുന്നത്. പക്ഷെ അവിടെ മൂവ്മെന്റ് ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. സോ അവിടെ നമുക്ക് എന്ത് കിട്ടുന്നില്ല? വർക്ക് ഡൺ അവിടെ കിട്ടുന്നില്ല. വർക്ക് ഡൺ വിൽ ബി 0 ആയിരിക്കും. നമ്മൾ നേരത്തെ ആദ്യമേ തുടങ്ങിയ സമയത്ത് എൻ്റെ കൂലിയുടെ കേസ് പറഞ്ഞായിരുന്നു. ഒരു പോർട്ടർ ഇത് ഒബ്ജക്റ്റ് തലയിൽ വെച്ചുകൊണ്ട് മൂവ് ചെയ്യുവാണെങ്കിൽ അയാള് തലയിൽ വെക്കുന്നത് ആ ഡിറക്ഷനിലായിരിക്കത്തില്ല, അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ ഡിറക്ഷനിലാണ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത്. സോ അവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മൂവ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നത് പെർപെൻഡിക്കുലർ ഡിറക്ഷനിലാണ്. സോ നമുക്ക് അതിനെ എന്തൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം വർക്ക് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടോ പറയാൻ പറ്റത്തില്ല. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്തായിട്ടേ പറയത്തുള്ളൂ? അവിടെ 0 ആയിട്ടേ പറയത്തുള്ളൂ. സോ ഇതാണ് നമുക്ക് 3 കേസിലുള്ള നേച്ചർ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് 0 വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എന്താണ്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റയാണ്. സോ തീറ്റയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? 90 ബിലോയിലുള്ള ഒരു വാല്യൂ എടുക്കുന്നു. ഞാൻ 0 എന്ന് കൊടുക്കുന്നു. സോ കോസ് 0 എന്ന് പറയുന്നത് 1 വരുമ്പോൾ എന്ത് വരുന്നു? വർക്ക് ഡൺ എന്നത് എഫ് ഇൻറ്റു എസ് എന്ന് വരുന്നു. അതായത് പോസിറ്റീവ് വർക്ക് ഡൺ ആണെങ്കിൽ എന്തെന്ന് വരുന്നു? അത് എഫ് എസ് എന്ന് വരുന്നു. ഇനി ഇവിടെ ഞാൻ 180 കൊടുക്കുന്നു, ബിലോ ഒബ്റ്റ്യൂസ് ആംഗിൾ കൊടുക്കുന്നു. 180 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ -1 വരുന്നു. സോ നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? മൈനസ് എസ് ആയിട്ട് മാറുന്നു. സോ ഇങ്ങനെയാണ് നമുക്ക് ഇത് പോസിറ്റീവ് നെഗറ്റീവ് വർക്കുകളായിട്ട് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് ആണ്. ഇപ്പൊ ഇതിനകത്തില് ഒരു വേരിയബിൾ ഫോഴ്സ് എഫ് എന്ത് ചെയ്യുന്നു? എക്സ് ഡിറക്ഷനിൽ, അലോങ് എക്സ് ഡിറക്ഷനിൽ ഇത് ആക്ട് ചെയ്യുവാണ്. ഒരു ഒബ്ജക്റ്റിനകത്ത് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെയാണ് നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. സോ ഇതിനെ ഗ്രാഫിക്കൽ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഇതിനെ ഒബ്ജക്റ്റിനെ RI എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നും RF എന്ന് പറയുന്ന പൊസിഷനിലേക്ക് അതിനെ ഡിസ്പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യുന്നത്? നമ്മൾ
ഡിവൈഡഡ് ഇൻ ടു എ ലാർജ് നമ്പർ ഓഫ് സ്മോൾ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ആക്കി മാറ്റുന്നു. സോ ഇവിടെ ഞാൻ dr എന്ന് പറയുന്ന ഒരു സ്മോൾ ഡിസ്റ്റന്റ് ആക്കി ഇവിടെ മാറ്റുന്നു. സോ എപ്പോഴും നമുക്ക് ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് കർവ് എന്ന് പറയുന്നത് ആയിരിക്കും എന്തെന്ന് പറയുന്നത് വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഗ്രാഫിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് കർവ് എന്ന് പറയുന്നത് എന്ത് തരുന്നു? നമുക്ക് വർക്ക് ഡൺ തരുന്നു. സോ ഇവിടെ ഞാൻ ഇതിനെ പല ഇതിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പല കോമ്പണൻസ് ആക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? ആ ഒരു കോമ്പണന്റിന്റെ കേസിലുള്ളത് ഞാൻ കണ്ടുപിടിക്കുന്നു. ഇതിപ്പോ ഒരു റെക്ടാംഗുലർ കേസ് ആയിട്ട് എടുക്കുന്നു. അപ്പം ഇതിന്റെ എന്താണ് വർക്ക് ഡൺ, ഇതിന്റെ മാത്രം വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നു. നമുക്കപ്പോ എങ്ങനെ കിട്ടും? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു, അതായത് dw ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നു. dw ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇവിടുത്തെ സം ആയിരിക്കും മൊത്തത്തിൽ കിട്ടുന്നത്. നമുക്ക് അവിടെ f of x dx ആയിരിക്കും, അല്ലെങ്കിൽ dr ആയിരിക്കും. f of x dr ആയിരിക്കും കിട്ടുന്നത്. സോ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പൊസിഷൻ മുതൽ ഈ പൊസിഷൻ വരെ എന്ത് ചെയ്യുന്നു? ടോട്ടൽ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. നമുക്ക് അപ്പൊ എന്ത് കിട്ടുന്നു? ഇന്റഗ്രൽ ഇവിടെ പൊസിഷൻ 1 i2 പൊസിഷൻ ഫൈനൽ, ഇനിഷ്യൽ ടു ഫൈനൽ എന്ത് കിട്ടി? എഫ് ഡോട്ട് ഡി ആർ എന്ന് കിട്ടുന്നു. സോ ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്ന ഒരു വേരിയിങ് ഫോഴ്സിന്റെ കേസിലെ വർക്ക് ഡൺ എന്ന് പറയുന്നത്, വിച്ച് വിൽ ബി ഈക്വൽ ടു ദ definite integral of the force over the given displacement. It gives the definite integral of the force over the given displacement will give the work. Okay, so ഈ കേസിലാണെങ്കിൽ നോക്കുക, ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഏരിയ കാണിക്കുന്നുണ്ട്, ഇവിടെ ഒരു ഏരിയ കാണിക്കുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ സം ആയിരിക്കും. സോ ഇത് മൈനസ് ഇതായിരിക്കും വരുന്നത്. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. സോ ഇതേ മൈനസ് ഇതായിരിക്കും നമുക്ക് ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് കർവ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വർക്ക് ഡൺ കണ്ടുപിടിക്കാം വേരിയബിൾ ഫോഴ്സിന്റെ കേസിൽ. സോ അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ഇവിടെ ചെയ്യാം. ഇപ്പൊ ഇവിടെ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഈസ് ഗിവൺ ഹിയർ -6x³ I Newton in displacing a particle x is equal to 4 meter to x is equal to -2. സോ നമുക്ക് ഇതിങ്ങനെ എടുത്തൂടെ? എഫ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്, x1 x2 എന്ന് പറയുന്ന 2 പോയിന്റും തന്നിട്ടുണ്ട് നമുക്ക്. സോ ഇതിനെ ഞാൻ x1 ആയിട്ട് ഇതിനെ ഞാൻ x2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ എടുക്കാം? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ x1 ടു x2 എഫ് dx എന്ന്. ഓക്കെ ആണല്ലോ? സോ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഇന്റഗ്രൽ x1 എന്ന് പറയുന്നത് 4 to -2, റൈറ്റ്, -6x³ dx. ഓക്കെ അല്ലേ? സോ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? -6 ഇൻറ്റു ഇവിടെ x raised to 4/4 -2 4. So this will give 3/2 into 240. So this will be 360 joule. So work done will be 360 joule എന്ന് കിട്ടും. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. സോ ഇതെന്ന് പറയുന്നത് എന്ത് വരും? ഇവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു കാൽക്കുലേഷനകത്തേക്ക് എത്തുന്നത്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ്. ഇതാണ് ടോപ്പിക്ക് വരാവുന്ന ക്വസ്റ്റ്യൻസും ഇങ്ങനെയൊക്കെ ആയിരിക്കും. സോ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.